അതിന് മുമ്പുള്ള ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് സ്വാക്കിന് വേണ്ടി പറന്ന് നടക്കുന്ന ഒരാളാണെന്ന് പറയാം. ഈ ഒരു എക്സ്പോയിൽ പറന്ന് നടക്കുന്ന ഒരാൾ. നല്ലൊരു കൈഡി നമുക്ക് അദ്ദേഹത്തിനായിട്ട് നൽകാം. ഈ ഒരു സമയത്ത് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ആ ഒരു പേഴ്സണാലിറ്റി തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടവും ഒരു സ്പേസും നമുക്ക് പരിചയപ്പെടാനൊക്കെ തോന്നുന്ന ഒരു ജെനുവിൻ ക്യാരക്ടറാണ്. സോ എന്താണ് പറയാനുള്ളത്? ആദ്യമേ സ്വാക്കിൻ്റെ അടിമുടി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. ഇത്രയും മണിക്കൂറുകളും ഒരു ദിവസം പിന്നിട്ട് എക്സ്പോയിൽ നിൽക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ഹായ്, ഞാൻ സ്ഥിരമായിട്ട് നമ്മളെ സോക്കിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്നെ കണ്ട് ആ ഒരു വാല്യൂ നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നൽ. ശരിക്ക് ഞാൻ ഇൻഫ്ലുവൻസിങ് മേഖലയിലേക്ക് കടന്നൊരു 6 മാസമായിട്ടുള്ളൂ. അതിനൊരു 2 മാസം മുമ്പാണ് ഞാൻ നമ്മളെ ഡേമാർട്ടിൻ്റെ MD ആയ മുസ്തഫയെ പരിചയപ്പെടുന്നത്. അവിടുന്നാണ് എൻ്റെ ശരിക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂപ്പര് ഇരുന്ന ഓരോ ഘട്ടത്തിലും എനിക്ക് തരുന്ന അഡ്വൈസുകൾ, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അടുത്തത് എന്ത് ചെയ്യണമെന്ന് മൂപ്പര് തരുന്ന അഡ്വൈസുകളാണ് എൻ്റെ ഓരോ നീക്കങ്ങളും. ഇപ്പോൾ മാഷാഅല്ലാഹ് നിങ്ങൾക്ക് ഒരുപാട് മേഖലയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഓണേഴ്സ് എല്ലാവരും ഒരു കാര്യം കൊണ്ട് പറയാം, എല്ലാവരും ഈ ഒരു കണക്ഷൻ കഴിഞ്ഞിട്ടും പുലർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ ഫേസ് ഒന്ന് നോക്കി വെക്കാം. ഇതാണ്. താങ്ക് യു സോ മച്ച്. അതായത് നിങ്ങളെല്ലാവരും അതിപ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിഹാലെ എവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മൾ നിഹാലെ ശ്രദ്ധിച്ചു പോകും. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. നിഹാലെ ഇവിടെ ഒരു കോസ്റ്റ്യൂം അല്ലേ, ഒരു ഡ്രസ്സ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഫംഗ്ഷന് വേണ്ടി പോകാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. എന്തിടണം, എന്ത് തരത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ടാലാണ് പോവുക. പക്ഷെ നിഹാല് ഏത് തരത്തിൽ സ്റ്റൈൽ ചെയ്ത് വന്നാലും നമുക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള കോമ്പിനേഷൻസും പാറ്റേൺസും ആണ് നിഹാൽ തിരഞ്ഞെടുക്കുന്നത്. അതിനൊരു കൈയ്യടി നമ്മൾ നിഹാലിന് കൊടുക്കണം. ഒരു ക്രൗഡിലൊരു അട്രാക്ഷൻ, ഒരു ഫോക്കസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണോ അതോ പർപ്പസ്ഫുള്ളി നമുക്ക് ഇങ്ങനെ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നതാണോ? നമ്മളെ ജാബിർ ഖാൻ അറിയോ? ജാബിർക്ക് അധികം ബ്രാൻഡാണ് ഇതാക്കുക. അപ്പം മൂപ്പരെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും മൂപ്പരെ മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നി ഈ എക്സ്പോക്ക് ഞാൻ 2 ദിവസവും ഒരു വെറൈറ്റി ഷർട്ട് ഇട്ട് മൂപ്പരെ അട്രാക്ഷനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ എനിക്ക് ആക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഇത് കുറേ ദിവസത്തെ മനസ്സിൽ പ്ലാനിങ് ആണ് അല്ലേ? പ്ലാനിങ് ആണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പോയിൽ വന്നിട്ട് പല ബ്രാൻഡഡ് കമ്പനികളും നമ്മുടെ കൂടെയുണ്ട്. പല ബ്രാൻഡഡ് കമ്പനീസും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ പല പ്രൊഡക്റ്റുകളും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഹനീഫ സാർ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു അല്ലേ? എന്താണ് സ്വാക്കിൻ്റെ ടീമിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ കുറച്ചുകൂടി ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അവരെക്കാളും നിഹാലിന് കുറേ കൂടി സ്വാക്കിൻ്റെ ടീം മെമ്പേഴ്സിനെ പേഴ്സണലി അറിയാമല്ലോ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? സോക്കിനെ കുറിച്ച് ആദ്യം പറഞ്ഞതിന് മുമ്പ് നമ്മൾ ഹനീഫ്കയെ കുറിച്ച് മനസ്സിലാക്കണം. ഇതാണ് നമ്മളെ ഹനീഫ്ക. ഒരു ഹായ്. സീരിയസ് ആയിട്ട് പറയാണ്, നമ്മളെ കോഴിക്കോട് തന്നെ ഒരുപാട് ചാരിറ്റി മേഖലയിലും സംഘടനാ മേഖലയിലും ഒരുപാട് മികവുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ഹോൾഡൊക്കെ ഉള്ള ഒരു വലിയൊരു മഹാവ്യക്തി തന്നെയാണ് ഹനീഫ്ക എന്നുള്ളത്. ബാക്കി ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ നിയാസ്ക, മാത്തുചേട്ടൻ, നമ്മൾ ആബിദ്ക രാമയാട്ടരുടെ പ്രിയപ്പെട്ട പുത്രനാണ്. നിങ്ങൾ അങ്ങോട്ട് ആ ഒരു ഒന്ന് അവിടേക്ക് നോക്കണം. ഈ ഒരു ട്രൂപ്പ് എന്നുള്ളത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഞാൻ ഇവരെ ഒരു മാസത്തോളം ഇവരോട് ഇങ്ങനെ അടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹിച്ചാൽ ചങ്ക് കുറച്ച് കൊടുക്കുന്ന ടീംസ് അത് അവിടെ ഉള്ളവരൊക്കെ. പേരെടുത്ത് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പറയാത്തത്. താങ്ക് യു സോ മച്ച് നിഹാൽ. താങ്ക്സ് ലോട്ട്. എന്തായാലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ നിഹാലെ വളരെ സന്തോഷം. നിഹാൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളാണെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്. ഈ ആഗ്രഹത്തിന് സ്വപ്നങ്ങൾക്ക് ഒന്നും തന്നെ ഒരു പ്രായപരിധി ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവരെല്ലാവരും ഇത്രയും സക്സസ്ഫുൾ ആയി നമ്മുടെ മുമ്പിൽ ഇരിക്കില്ല. അപ്പോൾ അവരൊക്കെ ഒരു ട്രൂ ഇൻസ്പിറേഷൻ ആയിട്ട് നിഹാലിന് മുന്നോട്ട് വളരാൻ സാധിക്കട്ടെ. മനസ്സിൽ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതിന് എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ. ഇത്രയും ഇന്നസെൻ്റ് ആയിട്ട് നിഹാലിന് ഇപ്പം നമ്മൾ കാണുന്നു, ഇതേപോലെ തന്നെ നിഹാലിൻ്റെ ക്യാരക്ടർ പോകട്ടെ എന്നുകൂടി വിഷയമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നിഹാലിനുള്ള പുരസ്കാരം നമ്മൾ കൈമാറുകയാണ്. ഏറ്റവും മികച്ച ഇൻഫ്ലുവൻസേഴ്സിനുള്ള പുരസ്കാരങ്ങളാണ് സ്വാക്ക് ഇവിടെ കൈമാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള പുരസ്കാരം നമുക്ക് നൽകാം. നിഹാൽ ഞങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നിഹാലിനെ പറ്റി ഇതുവരെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞാൽ രഹസ്യമൊന്നുമല്ല. ഞങ്ങൾക്ക് മനസ്സിലായ കഴിഞ്ഞൊരു മാസം കൊണ്ട് മനസ്സിലായ ഒരു കാര്യം, നല്ല വിഷനും നല്ല ഡിറ്റർമിനേഷനും ഉള്ള ആളാണ്. ഭാവിയിൽ എന്തായാലും ഇവനെ ഒരു നിലയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം. അത്രയും ഉഷാറാ ആള്.
താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോഡ്. സ്വാക്കിൻ്റെ ട്രഷറർ ശ്രീ ജാബിർ അവർകളാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കമൻറ്റ് പറയാമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. സോ ഗോ ഹെഡ്, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഈ പുരസ്കാരം കൈമാറുകയാണ്. വളരെയേറെ സന്തോഷപൂർവ്വം തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്നുകൊണ്ട് പുരസ്കാരം കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് മുസ്തഫ സർ വേദിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഹനീഫ സർ ഉൾപ്പെടെ, ട്രഷറർ ജാബിർ സാർ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ ടീം മെമ്പേഴ്സും, സജിത് സാറിനെ ഞാൻ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഷിനോദ് സർ, നിയാസ് സർ എല്ലാവരും വേദിയിലേക്ക് വരിക. പുരസ്കാരം കൈമാറുന്നതിനാണ്. ഒരു സ്നേഹസമ്മാനം നൽകുന്നതിന് വേണ്ടി RG ഫുഡ്സിൽ നിന്നും വിഷ്ണു സർ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. നിഹാലിൻ്റെ സ്വപ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തപ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുത്ത ഒരാളാണ് RG വിഷ്ണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം ദയവായി വേദിയിൽ വന്നുകൊണ്ട് നിഹാലിനൊരു സമ്മാനം കൈമാറുകയാണ്. വളരെയേറെ സന്തോഷപൂർവ്വം. കൺഗ്രാറ്റുലേഷൻസ്. നിഹാലിന് ബെസ്റ്റ് വിഷസ് നേരുവാണ് ഈ സമയത്ത്. ഗുഡ് ലക്ക്. ഒരുപാട് നല്ല വിജയം ഉണ്ടാകട്ടെ. ഇത്രയും അധികം ഒരു കോണ്ടാക്ട്സ് ഒരു വ്യക്തിക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആ കോണ്ടാക്ട്സിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടതും. താങ്ക് യു സോ മച്ച്. സോ ഫോട്ടോ സെഷൻ്റെ ഭാഗമാവുകയാണ്. അദ്ദേഹത്തിനുള്ള സമ്മാനങ്ങളും സ്വാക്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള അവാർഡും നമ്മളോട് വെച്ച് കൈമാറുന്നു. ഏറ്റവും മികച്ച ഇൻഫ്ലുവൻസറിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. അതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നിഹാൽ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. അടുത്ത